നമുക്ക് രാജ്യസഭയിലേക്ക് പോകാം. കേരളത്തിന്റെ എയിംസ് ആവശ്യത്തിൽ രാജ്യസഭയിൽ ചർച്ചയും പ്രതിഷേധവും. എയിംസ് അനുവദിക്കുന്നതിൽ തടസ്സങ്ങളില്ലെന്നും പരിഗണനാക്രമത്തിൽ എയിംസ് അനുവദിച്ചു വരികയാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. എയിംസ് അനുവദിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് CPI അംഗം P സന്തോഷ് കുമാറും കേരളത്തോട് അനീതിയെന്നും CPIM അംഗം A റഹീമും കുറ്റപ്പെടുത്തി. സഭയിൽ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് ഈവനിംഗ്. നമ്മുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് കേരളത്തിനൊരു എയിംസ് എന്നുള്ളത്. ഇപ്പോൾ മുൻഗണനാക്രമം അനുസരിച്ച് പരിഗണിക്കാമെന്നാണ് JP നദ്ദ പറയുന്നത്. എന്താണ് ഈ മുൻഗണനാക്രമത്തിൻ്റെ മാനദണ്ഡം? എന്താണ്? നമുക്ക് ഏത് കാലത്ത് ഒരു എയിംസ് പ്രതീക്ഷിക്കാനാകും? ഒപ്പം ഇന്ന് സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? ബൽറാം. ഗുഡ് ഈവനിംഗ് ശ്രീനിത. ഈ കാര്യം തന്നെയാണ് ഇന്ന് രാജ്യസഭയിൽ P സന്തോഷ് കുമാർ MPയും ചൂണ്ടിക്കാണിച്ചത്. ഏറെക്കാലമായി കേരളം കാത്തിരിക്കുന്ന ഒരു ആവശ്യമാണ് എയിംസ് എന്നുള്ളത്. ഈ എയിംസ് കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കാൻ എന്താണ് തടസ്സം, എപ്പോൾ പ്രഖ്യാപിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിലുള്ള ചോദ്യം. അതിനോട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രഖ്യാപിച്ചത് എയിംസ് കേരളത്തിന് അനുവദിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അതേസമയം ഒരു പരിഗണനാ അനുസരിച്ചാണ് എയിംസ് അനുവദിക്കുന്നത്. കൂടുതൽ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായോ മറ്റേ നിലയിലെല്ലാം തന്നെ പിന്നോക്കം നിൽക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടുതലായി ആദ്യം എയിംസ് അനുവദിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഗണനാക്രമം എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. നിലവിലിപ്പോൾ ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ എയിംസ് അനുവദിച്ചിട്ടുണ്ട് എന്നും കേരളത്തിലും അത് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എപ്പോൾ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കൃത്യമായ മറുപടി രാജ്യസഭയിൽ നൽകിയില്ല. തുടർന്നാണ് ഇത് കേരളത്തിനോട് തുടരുന്നത് അനീതിയാണ് എന്ന കാര്യം A റഹീം MP ഉന്നയിച്ചത്. ഇതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങൾ, ഇടത് രാജ്യസഭാംഗങ്ങൾ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ സഭയിൽ ബഹളം ഉയർത്തി. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നെങ്കിൽ പോലും കേരളത്തിലെ നിന്നുള്ള ഇടത് അംഗങ്ങൾ ബഹളം തുടരുകയായിരുന്നു. തുടർന്നാണ് സഭാധ്യക്ഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും കേരളത്തിൽ അംഗങ്ങളോടൊപ്പം ഒരു ചായ സൽക്കാരത്തിന് വിളിക്കണം എന്ന നിർദ്ദേശം അദ്ദേഹം തമാശ രൂപേണ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ അതിന് മറുപടിയായി P സന്തോഷ് കുമാർ MP തന്നെ ഉന്നയിച്ചത് ചായ സൽക്കാരമല്ല, എയിംസ് ആണ് തങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. അതേസമയം JP നദ്ദ ആരോഗ്യമന്ത്രിയാകട്ടെ ഇക്കാര്യത്തിൽ പിന്നീട് മറുപടി പറയാൻ തയ്യാറായില്ല. എന്തായാലും പരിഗണനാക്രമം അനുസരിച്ചായിരിക്കും കേരളത്തിന് എയിംസ് അനുവദിക്കുക എന്നുള്ളതാണ്. അതിന്റെ തീയതി അടക്കമുള്ളവ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ മന്ത്രി എന്തായാലും തയ്യാറായിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ആരോഗ്യ സെക്രട്ടറിയെ സന്ദർശിച്ച കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിനോട് ഈ സമ്മേളനത്തിന് ശേഷം ഉടൻ തന്നെ കേന്ദ്ര സംഘം കേരളം സന്ദർശിക്കുമെന്നും എയിംസിനായി കേരളം കണ്ടെത്തിയ സ്ഥലം പരിശോധിക്കും എന്നും ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭയിൽ ഉണ്ടായ മറുപടിയിലും കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിച്ച എയിംസുകൾ ഉൾപ്പെടെയുള്ള നമ്മൾ ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മുടെ MPമാർ സംസ്ഥാനത്തിന് വേണ്ടി നടത്തുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഗുണകരമാകട്ടെ, ഇതിനൊരു ഫലമുണ്ടാകും, നമുക്ക് എയിംസ് അനുവദിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ മാനദണ്ഡങ്ങളിൽ ശ്രീനിധി നേരത്തെ ചോദിച്ചതുപോലെ എന്ത് മാനദണ്ഡങ്ങളാണ് ഇതിന് തടസ്സമാകുന്നത്, അപ്പോൾ ആ മാനദണ്ഡങ്ങൾ കൃത്യമായി എവിടെയാണ് പാലിക്കേണ്ടത്, എങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. എത്ര വർഷമായിട്ട് നമ്മൾ ഓരോ വർഷവും നമ്മളിങ്ങനെ വിചാരിക്കും ഇത്തവണ അനുവദിക്കുമായിരിക്കും എന്ന്.